ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിമാൻഡിൽ. ചാലക്കുടി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. പ്രതി റിജോ ആന്റണിയുമായി പോലീസ് തിങ്കളാഴ്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു. പോലീസ് നടത്തിയ കസ്റ്റഡി അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. തിങ്കളാഴ്ച വൈകിട്ട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ചാലക്കുടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. തന്നിലേക്കെത്താൻ ഒരു തെളിവും ബാക്കിയില്ലെന്ന് കരുതിയ പ്രതിയെ ശ്രദ്ധാപൂർവമുള്ള നീക്കത്തിലൂടെയാണ് പോലീസ് വലയിലാക്കിയത്. ഞായറാഴ്ച സന്ധ്യയോടെ ആശാരിപ്പാറയിലെ വീട്ടിൽ നിന്നും പ്രതി റിജോ ആന്റണി പിടിയിലായി. തിങ്കളാഴ്ച പുലർച്ചെ പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 12 ലക്ഷം രൂപ പോലീസ് കണ്ടെടുത്തു. ബാങ്ക് ജീവനക്കാരെ ഭയപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും കവർച്ച സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രവും വീട്ടിൽ നിന്നും കണ്ടെത്തി. പ്രതി റിജോ ആന്റണിയുമായി രാവിലെ 11:30 അന്നനാടുള്ള സുഹൃത്തിന്റെ വീട്ടിലെത്തിച്ചാണ് പോലീസ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. കടം വീട്ടാനായി പ്രതി നൽകിയ 3 ലക്ഷത്തോളം രൂപ ഇവിടെ നിന്നും കണ്ടെത്തി. തുടർന്ന് കവർച്ച നടന്ന പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. കവർച്ച നടത്തിയ രീതി പ്രതി പോലീസിനോട് വിശദീകരിച്ചു. കവർച്ചയ്ക്ക് ശേഷം പലതവണ വേഷം മാറി സഞ്ചരിച്ച പ്രതിയെ കണ്ടെത്തുന്നതിൽ നിർണായക വഴിത്തിരിവായത് ഷൂസിന്റെ നിറവും ഹെൽമറ്റുമായിരുന്നു. അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കാണെന്ന പ്രതീതി പോലീസ് ജനിപ്പിച്ചതും പ്രതിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ ചാലക്കുടി കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. കൈരളി ന്യൂസ്, തൃശൂർ.